SIR-നെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ കേരളത്തിൽ നടപടിയെടുക്കുന്നത് CPM BJP ബന്ധത്തിന്റെ തെളിവെന്ന് രമേശ് ചെന്നിത്തല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും SIR-നെയും വിമർശിച്ച സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ പോലീസ് നീക്കം ചെയ്യിക്കുന്നത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. BJPയുമായി ഏറ്റവും അടുത്ത ബന്ധം ഇന്ന് കേരളത്തിലെ CPM-നാണ്. അതാണ് SIR-നെതിരെ പോസ്റ്റ് ഇട്ടാൽ അവരുടെ പേരിൽ കേസെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം. CPM-ഉം RSS-ഉം BJPയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. മതന്യൂനപക്ഷങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ വ്യക്താക്കളായി അവർ മാറുകയാണ്. പുതിയ രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാണ്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അസ്ലം, കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത്തരം അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം മറ്റ് ആളുകളുടെയൊക്കെ പോസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ മാത്രം SIR-നെയൊക്കെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യുന്ന ഒരു നടപടിയെടുക്കുന്നതിൽ ഒരു വൈരുദ്ധ്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു നമ്മൾ. അതിനകത്താണ് ഇപ്പോൾ ചെന്നിത്തലയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും SIR-നെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്റുകൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ പോസ്റ്റുകൾ കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം FB നീക്കം ചെയ്യുകയോ പോസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ ആ പേജുകൾ തന്നെ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. അതായത് കേരളത്തിലെ CPM-ഉം BJPയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടി. BJP വിമർശിക്കുന്ന ഒരു കാര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നടപടി വരുന്നത് സംസ്ഥാനത്താണ്. അത് കേരളത്തിലെ CPM-ഉം BJPയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുകൊണ്ട് SIR-നെതിരെ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ നടപടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇതിനെതിരെ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ജിൽസി സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ അത് ധ്രുവരാഠി ആണെങ്കിലും സുബൈർ ആണെങ്കിലും നിരവധി ആൾക്കാർ ഈ ഉയർത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒരു SIR-നെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് SIR നടപടികൾ സംബന്ധിച്ചുള്ള കോടതിയിൽ നിൽക്കുന്നു. ബീഹാറിൽ SIR-ൽ പുറത്തുപോയ ആൾക്കാരാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്വാധീനിച്ചതെന്ന രീതിയിലേക്കുള്ള വിലയിരുത്തലുകൾ വരുന്നു. ആ അർത്ഥത്തിൽ വ്യാപകമായ പരാമർശം, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മറ്റു ക്രമക്കേടുകൾ ഉന്നയിച്ചുകൊണ്ട് പലരും പോസ്റ്റുകൾ ഇടുന്നു. അതൊക്കെ തന്നെ ദേശീയ തലത്തിൽ ഇപ്പോഴും എല്ലാ സാമൂഹ്യ ബന്ധ പ്ലാറ്റ്ഫോമുകളിലും സജീവമായിട്ടുണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ പോസ്റ്റുകൾക്ക് മാത്രം കേരള ലോ എൻഫോഴ്സ്മെന്റ്, കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം പരാതിയുടെ അടിസ്ഥാനത്തിൽ രീതിയിൽ നീക്കം ചെയ്യുന്നത്. എന്തായാലും അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഇക്കാര്യം കൃത്യമായി പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ അത് CPM BJP ഡീലിന്റെ ഭാഗമാണെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.